ശ്രേഷ്ഠ ബാബ തിരുമേനി, അഭിമന്യ ഐസക് മാർ ഒസ്താത്യോസ് തിരുമേനി, വന്യവൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട കൗൺസിൽ മെമ്പേഴ്സ്, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പിഞ്ചുമക്കളെ, ഇന്നുമായി നമ്മൾ നടത്തുന്ന ഈ ഫാമിലി കോൺഫറൻസ് വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്തുവാൻ സാധിച്ചു. UK-യുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, എല്ലാ പാരീഷുകളിൽ നിന്നും നമുക്കിവിടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. ഈ കോമണായ മിഡിലൻഡിൽ ബർമിംഗ്ഹാമിൽ ഈ പ്രാവശ്യം ഈ ഫാമിലി കോൺഫറൻസിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് സംബന്ധിക്കുവാൻ സാധിച്ചു. അതിന് പ്രത്യേകം അഭിനന്ദ തിരുമേനിയും കൗൺസിലിനെയും ആദ്യമേ തന്നെ അനുമോദിക്കുകയാണ്. ശ്രേഷ്ഠ ബാബ തിരുമേനി UK-യിലേക്ക് ആദ്യമായിട്ട് എഴുന്നള്ളുന്നതാണ്. ഒരു വന്യ വൈദിക ശ്രേഷ്ഠനായി ആദ്യം വന്നു, പിന്നീട് മെത്രാപ്പൊലീത്തയായി UK-യിലേക്ക് വന്നു. ഇപ്പോൾ മൊഫ്രിയോനോ ആയതിനു ശേഷം ശ്രേഷ്ഠ ബാബ UK-യിലേക്ക് എത്തിയിരിക്കുകയാണ്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിലുള്ള വിധേയത്വത്തിലുള്ള ഏക മൊഫ്രിയോനോ ശ്രേഷ്ഠ ബാബയാണ്. ഞാനിത് പറയുവാനുള്ള കാരണം, പലരും പല രീതിയിൽ മൊഫ്രിയോനോ കാതോലിക്കോ ക്ലെയിമൊക്കെ ഉണ്ട്. പക്ഷേ പരിശുദ്ധ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ ബാവ അഭിമന്യ ബസേലിയോസ് ജോസഫ് ബാവയാണ്. പരിശുദ്ധ സുറിയാനി സഭയുടെ ഹിസ്റ്ററി നോക്കിയാൽ മൊഫ്രിയോനോറ്റിൻ്റെ ഒരു മെയിൻ സ്വഭാവം എന്ന് പറയുന്നത്, എവിടെയാണോ വിശ്വാസികൾ അവരുടെ അടുക്കിലേക്ക് മൊഫ്രിയോനോറ്റ് യാത്ര ചെയ്യുന്ന ഒരു ഹിസ്റ്ററിയാണ് നമുക്കുള്ളത്. ആദ്യം സെലൂഷ്യയിലും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ നമുക്ക് മൊഫ്രിയോനോ കാതോലിക്കയായിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇപ്പോൾ മലങ്കരയിൽ സത്യസുറിയാനി സഭ വളർന്നപ്പോൾ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം വീണ്ടും മലങ്കരയിലേക്ക് മൊഫ്രിയോനയെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുമ്പോൾ ശ്രേഷ്ഠ ബാവയുടെ UK-യിലേക്കുള്ള ആഗമനം മനസ്സിലാക്കണമെങ്കിൽ മൊഫ്രിയോനോറ്റിൻ്റെ ഒരു സ്വഭാവം ഇതാണ്. എവിടെയാണ് വിശ്വാസികളുടെ സമൂഹം, അവരെ തേടിപ്പിടിച്ച് ഇറങ്ങിച്ചെല്ലുന്ന സമൂഹമാണ്. ഇന്ന് പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവായുടെ 340-ാം ഓർമ്മ നാം ആഘോഷിക്കുമ്പോൾ ശ്രേഷ്ഠ ബസേലിയോസ് ബാവായും കാതോലിക്ക ബാവയായിരുന്നു. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം കാതോലിക്ക ബാവയായ ബസേലിയോസ് എൽദോ ബാവായെ മലങ്കരയിലെ വിശ്വാസികളെ തേടി അയക്കുകയാണ്. വീണ്ടും ശ്രേഷ്ഠ ജോസഫ് ബാവായെ നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. എല്ലാ സഭകളും ബാവായെ വിളിച്ചാദരിക്കുന്നു. കാരണം സത്യസുറിയാനി സഭയുടെ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ മൊഫ്രിയോന ആയതുകൊണ്ടാണ് മറ്റുള്ള സഭകളെല്ലാം വിളിച്ചാദരിക്കുന്നത്. ഈ മൊഫ്രിയോനോ ശ്രേഷ്ഠ ബാവായും തങ്ങളുടെ പിതാക്കന്മാരുടെ പാത വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഗൾഫ് നാടുകളിൽ സത്യസുറിയാനി സഭയുടെ അംഗങ്ങളെ തേടിയെത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം അയർലൻഡിൽ നമ്മുടെ സഭാവിശ്വാസികളെ തേടിയെത്തുന്നു. വീണ്ടും UK-യിൽ നമ്മളെല്ലാം കാണുവാനും നമ്മളെല്ലാം വീണ്ടും സത്യത്തിൻ്റെ പാത ഒന്നുകൂടി ഉറപ്പിച്ച് കാണിച്ചു തരുവാൻ, അതിലൂടെ വെളിച്ചം പകരുവാൻ ശ്രേഷ്ഠ ബാവ UK-യിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണ്. ശ്രേഷ്ഠ ബാവയെ ഈ UK MSOC കൗൺസിലിൻ്റെ പേരിൽ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ ഹാർദവുമായിട്ട് ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമതായി നമ്മുടെ തിരുമേനിയാണ്. ആലങ്കാരികതയോ മറ്റു വിശേഷണങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അഭിമന്യ ഐസക് മാർ ഒസ്താത്യോസ് തിരുമേനി. ദൈവം കൊടുത്ത ഒരു ശബ്ദം കൊണ്ടാണ് അദ്ദേഹം സുറിയാനി സഭയുടെ പരിപോഷിപ്പിക്കുന്നത്. മലങ്കരയുടെ വാനമ്പാടി എന്ന് നാം വിളിക്കുന്ന ഐസക് മാർ ഒസ്താത്യോസ് തിരുമേനി എന്താണ് സുറിയാനി സംഗീതമെന്നും സുറിയാനി ലാംഗ്വേജ് ഏതാണെന്നും അതിൻ്റെ പ്രൗഡ് എന്തെന്നും അതിനൊരു ശുശ്രൂഷ എങ്ങനെ നടത്തണമെന്നും 100% പെർഫെക്റ്റായി ചെയ്യുവാൻ സാധിക്കുന്ന അഭിമന്യ മെത്രാപ്പൊലീത്തമാരിൽ ഒരാളാണ്
നമ്മുടെ തിരുമേനി എന്ന് പറയുന്നതിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പോൾ ഈ UK അഭിമന്യ തിരുമേനി ഏകദേശം 3 വർഷക്കാലം നമ്മുടെ ഇടയിൽ ഒരു മെത്രാപ്പോലിത്ത എന്ന രീതിയിലെല്ലാം മറിച്ച് ഞങ്ങളുടെ വൈദികരുടെ കൂടെ ഇതിൻ്റെ ഒരു ലീഡറായിട്ട് അഭിമന്യ തിരുമേനി എപ്പോഴും നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഭദ്രാസനത്തിനൊരു ഭദ്രാസന സെൻറ്റർ വേണമെന്ന് ആഗ്രഹിച്ചിട്ടും പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയ്ക്ക് UK ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരണമെന്ന് ഇത്രമാത്രം ആഗ്രഹിക്കുകയും അതിന് പ്രവർത്തിക്കുകയും ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് ഉടനെ തന്നെ ഒരു ഭദ്രാസനം നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് UK ലഭിക്കുകയും ചെയ്യും. അതിന് അഭിമന്യ തിരുമേനിയുടെ തീവ്രമായ പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട്, അതിൻ്റെ പ്രോത്സാഹനം അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം അന്തസ്സോടെ UK ഒരു അഡ്രസ്സ് നമുക്കുണ്ടാകാൻ പോകുകയാണ്. ഇതുവരെ നമുക്ക് നമ്മുടേതായ അഡ്രസ്സുള്ളൂ. എന്നാൽ നാം ഉൾപ്പെടുന്ന സത്യസുറിയാനി സഭയുടെ യാക്കോബായ സഭയുടെ ഒരു അഡ്രസ്സ് നമുക്ക് ലഭിക്കുവാൻ പോവുകയാണ് എന്ന് നാം ഈ ഭദ്രാസന സെൻറ്റർ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറയട്ടെ, എല്ലാവരും ഉത്സാഹിക്കുന്നുവെങ്കിലും എല്ലാവരും അതിൽ ഭാഗഭാക്കാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിമന്യ തിരുമേനിയെ ക്ഷണിക്കുന്നത്, സ്വീകരിക്കുന്നത്, സ്വാഗതം ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ബോധ്യത്തോടുകൂടി വീണ്ടും ഈ ചടങ്ങെന്ന രീതിയിൽ അഭിമന്യ തിരുമേനിയെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മൂന്നാമതായി ഇവിടെ സ്വാഗതം ചെയ്യേണ്ടത് വൈദിക ശ്രേഷ്ഠരെയാണ്. അവരെന്നെ പോലെ തന്നെ ഞങ്ങളൊരു ടീമായിട്ട് ഇവിടെ ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അതിൽ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇബിൻ അച്ഛനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛനുണ്ട്. അതേപോലെ തന്നെ പുതിയതായിട്ട് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുണ്ട്. ഇന്നലെ കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, ഈ വൈദിക ശ്രേഷ്ഠരാണ് നമ്മുടെ അസറ്റ്, നമ്മുടെ സ്വത്ത്. അവരാണ് ഓരോ ദിശകളിലും പോയി നമ്മുടെ ആളുകളെ വിളിച്ചുകൂട്ടി ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് വൈദികരാണ് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ഇവിടെ UK നമുക്ക് 39 വൈദികർ ഇപ്പോഴുണ്ട്. ഈ വൈദികരാണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ അഭിമാനവും അന്തസ്സും. ഇതിനെ മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്നവരും അവരാണ്. എല്ലാ വൈദികർ ശ്രേഷ്ഠരെയും വൈദിക സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വൈദികരുടെ പിന്നിൽ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഭദ്രാസന കൗൺസിലുണ്ട്. ഭദ്രാസന കൗൺസിൽ എല്ലാ രീതിയിലും ഈ പ്രാവശ്യം മുതൽ നമ്മൾ ഭദ്രാസന കൗൺസിലെ എല്ലാ ഇടവകളിൽ നിന്നുള്ള ഒരാളെന്നുള്ളത് മാറ്റി 25 പേരടങ്ങുന്ന ഒരു കൺസ്ട്രക്റ്റീവായ ഭദ്രാസന കൗൺസിലാണ് ഇന്ന് UK ഈ മേഖലയ്ക്കുള്ളത്. അതുകൊണ്ട് ഈ മേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഭദ്രാസന കൗൺസിലിലെ 25 പേരെയും ഒറ്റവാക്കിൽ ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവസാനമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ ഇത് ഇത്രമാത്രം വിജയമാക്കി തീർത്തത് നമ്മുടെ ഏറ്റവും പ്രൗഡായിരിക്കുന്ന ഓരോ കുടുംബങ്ങളാണ്. യാക്കോബായ സഭയിലെ ഓരോ കുടുംബങ്ങളും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുമാണ്. എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒറ്റവാക്കിൽ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നല്ലൊരു കൊയർ ഇവിടെ ഗാനമാലപിച്ചു. നല്ല രീതിയിൽ ഇവിടെ വിശുദ്ധ മദ്ബഹ സെറ്റപ്പ് ചെയ്തു. ബഹുമാനപ്പെട്ട അനീഷ് അച്ഛനും എൽദോസ് KG അച്ഛനും അടങ്ങുന്ന ഒരു കുർബാന സെറ്റപ്പ് ഒരു ടീം ഇവിടെ ഉണ്ടായിരുന്നു. ആ കുർബാനയ്ക്ക് വേണ്ടി പ്രയത്നിച്ച എല്ലാവരോടും ഈ കുർബാനയ്ക്ക് വേണ്ടി ഗാനം ആലപിച്ച ഇവിടുത്തെ സെൻറ്റ് ജോസഫ് റെഡിച്ചിൻ്റെ പാരീഷിലെ കൊയർ ടീമിനോടും ഒറ്റവാക്കിൽ നന്ദിയും സ്നേഹവും അതോടൊപ്പം അവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.